നാളത്തെ സാറേ സാറേ വണ്ടി തുറന്ന സാറേ വണ്ടി തുറന്നാ നടക്കണത് പറ. സാർ വണ്ടി എടുക്കരുത്. മതി സാറാ. സാറ് വീട്ടിലെത്തോ? ഞാനാ സാറ് വീട്ടിലെത്തോ? സാറേ വീട്ടിലെത്തോ? അങ്ങനെ ചിലപ്പം എത്തൂല. ചന്ദ്രന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, എന്നിട്ട് സാറേ വെറുതെ സിറ്റുവേഷനിലേക്ക് മാറ്റുന്നേ. അതാണ് ഞാൻ പെട്ട സാറിന് എന്നെ പിടിച്ചോണ്ടുള്ള ഉദ്ദേശം, അവർക്ക് രക്ഷിക്കണമെന്നുള്ള ഉദ്ദേശം. സിമ്പിൾ. ഒരു സെക്കൻഡ് സാർ വണ്ടി എടുത്ത് ഞാൻ പറയട്ടെ. സാറിന് എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശം സാറ് പറ. സാറിന് എന്നെ ഇപ്പൊ അകത്തുകൊണ്ട് ഇടാനുള്ള ഉദ്ദേശമല്ലേ? അതുപോലെ തന്നെ അവർക്ക് രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് ഇവിടെ വേറെ ദുരുദ്ദേശം ഒന്നും ആർക്കും ഇല്ല. ഇത് വൾഗറാക്കണ്ട ഞങ്ങൾക്ക്. സാർ ഇവിടെ ഇറക്കി വിട്ട ഞാൻ പ്രശ്നം ഇവിടെ തീരും. ഇവിടെ തീർന്നു. ഇവിടെ സാറിന്റെ വണ്ടി സാർ ഒരു കുറ്റകരമാണ് ചെയ്തേക്കുന്നത്. സാറിനെ നിയമപരമായിട്ട് പീഡിയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്ത് പ്രോസസ് ചെയ്യാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. സാറിനെ ചതിച്ചല്ലേ സാറേ? സാറിനെ ചതിച്ചല്ലേ അവിടെ വെച്ച് പിടിച്ചത് വണ്ടി ഇറങ്ങിയപ്പം? ചതിച്ചിട്ടോ? പിന്നെ വണ്ടി ഇറങ്ങി കഴിയുമ്പോ നമ്മള് കഫി ഉണ്ടായോ? അപ്പൊ ഇവന്മാരെന്ത് ചെയ്യണമെന്ന് ഇനിയിപ്പം അവര് തന്നെ തീരുമാനിക്കണം സാറേ. ഞാൻ എന്തോ പറയണ ഇതിൽ ഇനി എന്താ പറയാ? വണ്ടി വളഞ്ഞേക്കുവാ. ഇവിടെ നിന്ന് വെറുതെ മാസാന്തി എടുത്തോണ്ട് പോകാൻ നിൽക്കുന്നത് സാറേ. വെറുതെ പുറത്ത് ഇറക്കി വിട് സാറേ. എന്തിനാണ് വെറുതെ? ഇല്ല സാർ, അങ്ങനെ ഇറക്കി വിടാൻ പറ്റത്തില്ല സാറേ. എന്താണ് ഇങ്ങനെ വെറുതെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് ഇറക്കി വിട്ട കാര്യം സാറേ? നാളത്തെ പീടിയില്ല. അല്ല, ആരെയും കണക്ട് ചെയ്യണ്ട. ആരെയും സംസാരിച്ച് ഓക്കെ. ലോയറിനെ മാത്രം നിങ്ങള് സാറേ ഒന്നും പറഞ്ഞാണ് സാറേ. സാറേ ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് ചോദിക്കട്ടെ. ഞാനൊരു ഒറ്റ കാര്യം കൊണ്ട് ഈ ഫയറിംഗ് സിറ്റുവേഷൻ വരണ്ടല്ലോ ഉണ്ടായിരുന്നു സാർ. എനിക്കൊരു കോള് വന്നോണ്ടിരിക്കുന്നത് സാർ. ഞാൻ ഫോൺ ഓഫ് ചെയ്ത സെക്കൻഡ്. ഹലോ, എന്താ ഫോൺ നിൽക്കില്ല? ഒന്ന് ഫ്ലൈറ്റ് മോഡിലോട്ട് ഇടാവോ? ഹലോ, am I speaking to Mr. Chandrabose? കേക്കാവോ? കട്ടെ സാറേ. ഇത് സൈലന്റ് ആവണം സാറേ. ഇത് സിമ്പിളായിട്ട് പറയണേ, ഇത് സ്വർണത്തിന്റെ വണ്ടി ഒന്നുമല്ല സാറേ. നിങ്ങളുടെ വണ്ടി നമ്മളെ പോലത്തെ സാറേ. നമുക്ക് ഇക്വാളിറ്റി ഇല്ല സാറേ. നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രബോസ്. നിങ്ങളുടെ വണ്ടി, നിങ്ങളുടെ ഫാമിലി വെഹിക്കിൾ, ഓക്കെ, അതൊരു സിറ്റിസൺ എടുത്തിട്ട് പോയി നിങ്ങൾ സമ്മതിക്കുമോ? സാറേ കൊണ്ടുപോയാ കൊണ്ടുപോകും. അത് അവന്റെ കഴിവ് എടുത്തോണ്ട് പോണവന്റെ. അവനെ നമ്മൾ പിടിക്കുന്നുള്ളത് നമ്മുടെ കഴിവ്. നമ്മൾ പിടിക്കും ചിലപ്പോ. ഞാൻ കാര്യം പറയട്ടെ. സാറ് പറഞ്ഞതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ചന്ദ്രബോസ് ഫാമിലിയുടെ വെഹിക്കിൾ എടുത്തിട്ട് പോയിട്ട് ആ വെഹിക്കിൾ വെച്ചിട്ട് ആരെടുത്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആരുടെ പേരിലായിരിക്കും അത് വരിക? സാറേ അതാണ് പറഞ്ഞത്. ആ വണ്ടി കൊണ്ടുപോകുമ്പോ തന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ വണ്ടി തിരിച്ച് റിട്രീവ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞങ്ങളത് എന്താ സാറേ, സാറ് ഒരാൾ ഡ്രൈവ് സീറ്റ് കയറി ഇരുന്നപ്പോ സാറ് വീൽ ക്ലാമ്പ് ചെയ്യണതിന്റെ ആവശ്യം എന്താ സാറേ? അല്ല സാറേ. ഇപ്പൊ എന്നാ ആസാം ഞങ്ങൾക്ക് സാറേ, ഞങ്ങളുടെ വണ്ടി ഇതുപോലെ ഒരാൾ വണ്ടി കയറിയിരിക്കുമ്പോ ഞങ്ങൾക്ക് ചെയ്യാലോ. ഇപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗ്യാങ് വണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ സാർ എന്താ സാറ്? അപ്പൊ ഞങ്ങളും ഞങ്ങളുടെ വണ്ടി കുറച്ചൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഞങ്ങളും ചെയ്തോളാം. ഇപ്പൊ അവിടെ വണ്ടി എടുക്കാം സാറ് വന്നു വണ്ടി എടുക്കാൻ വന്നപ്പോ ഇവര് വീൽ ക്ലാമ്പ് ചെയ്തു. ഓക്കെ, അത് ശരി.
അത് കഴിഞ്ഞ് വല്ല ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടാവേണ്ട വല്ല ഇതുണ്ടായിരുന്നു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ? അതോ ഫയറിംഗ് സിറ്റുവേഷന് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ അല്ല ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, മോശമായിട്ട് എന്തെങ്കിലും സാറിനോട് സാറിന്റെ ഫാമിലി പെട്ടവരോട് ആരെങ്കിലും മോശമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ഞങ്ങളുടെ ഫാമിലി എന്നെ പിടിച്ചോണ്ട സമയത്ത് എന്റെ ഫാമിലി ആൾക്കാർ സൈഡിലുണ്ടായിരുന്നു. ഒബ്വിയസ്ലി നിങ്ങളൊരു ഹയർ ഓഫീസറിനെ കൊണ്ടുപോകുന്ന പറയാൻ ഞാൻ അവരെ കോ ലീഡറാണ്. അപ്പോൾ അവര് എന്നെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് എന്താ കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ വന്നു ബാക്കിന്ന്. നേരെ വണ്ടി ട്രയാങ്കിൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു സാറേ ഇത് PD വരെ എത്തുമോ സാറേ എന്ന് ചോദിച്ചു. പ്രശ്നമാവും ഇത് മിക്കവാറും ഇവർ പ്രശ്നം ഉണ്ടാക്കും സാറേ സംസാരിക്കാന്ന് പറഞ്ഞു. അന്നേരം അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറേ ഇത് എന്നെ വിടണം എന്നുള്ള രീതിയിൽ അവര് ഇത് ചെയ്തു, പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അന്നേരം സാറ് പറഞ്ഞു ഇല്ല അതങ്ങനെ ശരിയാവും സാറേ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോകാൻ നോക്കി. അന്നേരം അവിടെ ഒരു ഫയറിംഗ് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതായത് ഭാഗത്ത് പ്രൊവോക്ക് ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഈ ഒറ്റ സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ്, അതായത് സാറിന് വണ്ടി കയറ്റിയ ഒരു സിറ്റുവേഷൻ മാത്രമാണ് ഫയറിംഗ് സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം. പിന്നെ എന്നെ വണ്ടി കയറ്റിയത് മാത്രമല്ല കാരണം, രണ്ടാമത് അവര് സംസാരിക്കാൻ വന്നല്ലോ, അന്നേരം അവര് കോപ്പറേറ്റ് ചെയ്തില്ല PD. ഓക്കെ ചന്ദ്ര സാർ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ചന്ദ്ര സാർ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളവിടേക്ക് കൊണ്ടുവന്നില്ലേ, അതേപോലെ തന്നെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് നമ്മൾക്ക്. കാരണം അവിടെ നിന്ന് സംസാരിച്ച ഉണ്ടാവും. പുതിയ ഓഫീസറും സാറേ ഞാൻ പറയട്ടെ, ഞാനും പുതിയൊരു ഓഫീസറും കൂടി അവിടെ 4 ആള് നിങ്ങൾ കോർണർ ചെയ്ത് വെച്ചപ്പോ നമ്മളവിടെ വെറുതെ വന്നതാ, എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാ. നമ്മുടെ PD വണ്ടി കണ്ടു പോകുന്നതാ. അവിടെ വന്നപ്പോൾ ഞങ്ങളെ വെറുതെ നമ്മളോട് ചോദിച്ചിട്ടും കൂടില്ല എന്താ കാരണം, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ഫയറോ നിങ്ങളോട് ലീവ് ചെയ്യാൻ പറയാ, ഒന്നും ചെയ്യാതെയാണ് അവർ നമ്മളെ വെടിവെച്ചിട്ടത്. മനസ്സിലായില്ലേ? അതൊക്കെ നല്ലതാണെന്നാണ് നിങ്ങൾ പറയുന്നത് സാർ. അതൊക്കെ നല്ലതല്ല പറയണം. അവിടെ ട്രിഗറിംഗ് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുന്നു. ഇല്ല സാറ് മനസ്സിലാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാറിന്റെ അടുത്ത് ഞാൻ പറയട്ടെ, കാര്യം പറയട്ടെ. സാറ് വന്നതിനെ തിരിച്ച് ഞാൻ പറയട്ടെ. എനിക്ക് മനസ്സിലായില്ല എന്നെ എന്തിനാ വെടിവെച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. ഒരു വണ്ടി സാറേ എനിക്ക് പറയാൻ ഗ്യാപ്പ് ഞാൻ പറഞ്ഞുതരാം. ചുറ്റിനും നിങ്ങൾ എല്ലാവരും നിൽക്കുന്നു, അവിടെ വന്ന് വണ്ടി നിർത്തുന്നു. സാറേ എങ്ങനെ കാര്യം പറയട്ടെ, അതായത് അവിടെ നിങ്ങള് ഒബ്വിയസ്ലി PD അടിച്ചു കഴിഞ്ഞാൽ നിങ്ങള് എന്തായാലും അവിടെ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ ചെയ്യാ? നിങ്ങളവിടെ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കത്തില്ല. നിങ്ങളുടെ കൂടെ ഉള്ള ആരെല്ലാം അടിച്ചു നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു വാർണിംഗ് നിങ്ങളുടെ നിങ്ങൾക്ക് ചാറ്റ് വഴി തരും. ഓക്കെ ഇവിടെ ലീവ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാറ്റ് തരും. ചുമ്മാ ഒരിക്കൽ നിങ്ങൾ കഫേ ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് കഫേ ഞങ്ങൾ കഫേ ചെയ്യുന്നുണ്ടെന്ന് പറയും. എന്നെ കഫേ പറഞ്ഞിട്ടാണോ സാർ കഫേ? എന്നെ കഫേണെന്ന് പറഞ്ഞിട്ടല്ല എന്നെ പിടിച്ച് കഫേ വണ്ടി കയറ്റിയതും. അതായത് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ വണ്ടിക്കകത്ത് കയറിയപ്പോ ഞാൻ നല്ല റേഞ്ചിലായിരുന്നു. ഞാനൊരു അബ്യൂസീവ് വാക്കും പറഞ്ഞിട്ടാണ് ഞാൻ എന്താ പരിപാടിയാ കാണിക്കണേ എന്നുള്ള രീതിയിൽ എന്ത് പരിപാടിയാ കാണിക്കണേന്ന് ഞാൻ ചോദിച്ചത്. കാരണം ഇല്ല സാറേ പറഞ്ഞ് തീരട്ടെ. എന്നിട്ട് ഞാൻ ആ വണ്ടിക്കകത്ത് കയറിയിരുന്നപ്പം ഞാൻ എന്തായാലും ട്രാപ്പായി. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ സാറേ എന്താന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊസീഡ് ചെയ്യും, നിങ്ങൾ ജയിലിലാണോ ജയിലിൽ അല്ലെങ്കിൽ എന്താ വെച്ചാൽ പ്രൊസീഡ് ചെയ്യും സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് സാറ് പറഞ്ഞു, കേക്കാവോ ഞാൻ പറയുന്നത്? അവിടെ നിന്ന് സാറ് പറഞ്ഞു ഇല്ല നീ അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോ, നിന്റെ ഇത് കഴിയട്ടെ എന്ന് അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞു. സാറ് പറഞ്ഞത് വണ്ടിയില് എന്തുകൊണ്ട് അല്ല എന്നെ നീ എന്ന് വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്റെ അടുത്ത് അല്ല എന്റെ അടുത്ത് നീ എന്നുള്ള സാറിനാ എനിക്ക് ഓർമ്മയില്ല. എന്റെ അടുത്ത് ആ ഒരു ഇതിൽ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയത്, എനിക്ക് അറിയത്തില്ല എന്തോ ആയിക്കോട്ടെ. ചന്ദ്രൻ പറഞ്ഞു അവിടെ മറ്റേ ഇതുണ്ടോന്ന് ചോദിച്ചു, നമ്മുടെ വണ്ടിയില് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. ചെക്ക് ചെയ്തോ, ഇന്റർഗേഷൻ കഴിയട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇന്റർഗേഷൻ കഴിയണേ ഞാൻ നോക്കണേ തന്നെ വെയിറ്റ് ചെയ്തിരിക്കില്ലായിരുന്നില്ല. വണ്ടി ലോക്കാണ്, ഇനി ഇറങ്ങാൻ പറ്റത്തില്ല, അതിന്റെ അകത്ത് ഇരുന്നോ എന്നുള്ള രീതിയിലാ പറഞ്ഞു. അതിന്റെ അകത്ത് ഇരുന്നോ എന്നുള്ള രീതിയിലാ പറഞ്ഞു. അന്നേരം നിങ്ങൾക്ക് ഞാൻ കഴിയട്ടെ, നോർമലി എന്നെ അറസ്റ്റ് ചെയ്യാത് കൊണ്ടുവരേണ്ടതിന് അത്രയും നേരം അവിടെ ഇതാക്കിയിട്ട് അതും കഴിഞ്ഞ് എന്റെ അടുത്ത് പറയാതെ എന്നെ കഫൻ ചെയ്ത് വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും. അല്ല ഞാൻ കാര്യം പറയട്ടെ, ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾ കുറച്ച് ഓപ്പിയായിട്ട് തോന്നില്ലേ സാറേ? ഞങ്ങൾക്ക് സാറേ ഇത് സാറേ ഇതൊക്കെ കുറച്ച് ഓവർ പവേർഡ് എന്നാണ് അതിനർത്ഥം. സാറിന് മനസ്സിലാവും ഇംഗ്ലീഷ് അറിഞ്ഞൂടെ സാറിന്? അതാണ് സാറേ പറയുന്നത്. സാറേ ഇറങ്ങുമ്പോ തന്നെ ഒരാളെ കഫി എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ഇറങ്ങുമ്പോ തന്നെ ഒരാളെ അതായത് പറയുന്നില്ല എടുക്കുന്നില്ല. ഓക്കെ പറയാൻ വേണ്ടി എടുക്കാൻ വേണ്ട സാറേ. ഇപ്പൊ കുറച്ചു നേരത്തെ സാറ് തന്നെ പറഞ്ഞു, മറ്റേ സാറിനെ പറഞ്ഞില്ലേ
പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ കഫ് ചെയ്യുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സാറേ എന്നെ സാറെ കഫ് ചെയ്ത് എനിക്ക് എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റും സാറേ? ഈ സാറിന്റെ അടുത്ത് പറഞ്ഞ അതിന്റെ അകത്തിരുന്ന് ചന്ദ്രബോസിനെ അവിടുന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അവിടുന്ന് കൊണ്ടുവന്നത് ഞങ്ങളാണ്. സാറിന്റെ കഫ് ഞങ്ങൾ റിമൂവ് ചെയ്തായിരുന്നല്ലോ. സാറ് ഞങ്ങളെ കൂടെ വണ്ടിയിലല്ലോ വന്നത്. ഇവിടെ പീടിയിൽ വന്നിട്ട് ഞങ്ങളുടെ ആരെയും മോശമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? സാർ അത് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ് സാറേ നിങ്ങൾ അവിടെ വന്നത്. അല്ലേ സംസാരിച്ചിട്ടുണ്ടോ? ഇതുവരെ ആരെയും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടില്ല, ആരും സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ അവിടുന്ന് അതേപോലെ തന്നെ സാറിനെ കൊണ്ടുവന്നത്. ഞങ്ങൾക്ക് അവിടുന്ന് ഫയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സാറിന് അതേപോലെ തന്നെ അവിടുന്ന് കൊണ്ടുവന്നത്. സാറിപ്പോ ലാസ്റ്റ് കൊണ്ടുവന്നത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ എന്റെ കൂടുതലുള്ള അടുത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞാ സംസാരിച്ചു തരാം, സംസാരിക്കണം വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഓക്കെ. ഇപ്പൊ ഈ ഇത്രയും കോൺവെർസേഷന്റെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പം പറയുന്നത് എന്നെ ഒന്നും ചെയ്യാനല്ല, നിങ്ങൾ വേറെ സംസാരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതെന്നാണ് നിങ്ങൾ നിങ്ങൾ പറയാൻ നോക്കുന്നത്. ഓക്കെ, എനിക്കത് മനസ്സിലായി. പക്ഷെ അവർക്ക് ഇപ്പൊ എനിക്ക് എന്റെ സിറ്റുവേഷൻ എന്താണുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. എനിക്കത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്റെ റേഡ് നിങ്ങൾ കഫ് ചെയ്താ ചെയ്ത് തന്നെ. ഇവിടെ ആരോ പറഞ്ഞ് കഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഫ് ചെയ്യുമെന്ന്. നിങ്ങൾ ആരെന്ന് എനിക്കറിയണം. ആരാ പറഞ്ഞത്? ഈ സാറാ പറഞ്ഞത്. സാറേ അത് കേട്ടില്ല. സാറ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും പറഞ്ഞപ്പോ. അപ്പോ വാട്ടവർ സാർ, എനിക്ക് എന്റെ കൂടുതലെടുത്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അന്നേരം കൊണ്ട്. ഇല്ല, അത് കഴിഞ്ഞിട്ട് സാറിന്റെ ആൾക്കാരെ വന്ന് ഞാൻ ആ മുമ്പേ സംസാരിച്ച സമയത്ത് സാറോട് പറഞ്ഞിരുന്നു. സാറിന്റെ ആൾക്കാർ വന്നിട്ട് സാറ് നിർത്തി സംസാരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ സാർ പറഞ്ഞു സാറിന്റെ കൂടെ ഉള്ളവരോട് കൺവേ ചെയ്തോളും, ഇത് അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് വരാം എന്നുള്ള രീതിയിൽ സാറ് പറയാൻ വേണ്ടിയിട്ടാണ് വണ്ടി നിർത്താൻ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചത്. മനസ്സിലായത്. പക്ഷെ അതിനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയില്ല. സാറ് പറഞ്ഞ വണ്ടി ഇപ്പൊ നമ്മള് വണ്ടി നിർത്തുന്നു, അവര് വരുന്നു, നമ്മള് ഇവിടെ വെക്കുന്നു, പോകുന്നു. ഓക്കെ, അപ്പോ നമുക്ക് അതിന് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല സാറിന്റെ കൂടെയുള്ള ആൾക്കാർ. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഞങ്ങളവിടെ ബാക്കപ്പിന് വന്നപ്പോഴും ഞങ്ങളവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റേഡിയോയിൽ അതായത് മെഗാഫോണിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി നിർത്താവോ ഒന്ന് സംസാരിക്കാനാണെന്ന്. നിങ്ങളെ ഭാഗത്ത് ഞങ്ങൾക്ക് അത് റെസ്പോൺസ് കിട്ടുന്നില്ല. ബിറ്റിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ. ഈവൻ ഞങ്ങള് മൈക്രോഫോണിൽ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങളെ ഭാഗത്ത്. ഇതെപ്പോഴും സംഭവം നിങ്ങൾ അവിടെ സിറ്റുവേഷൻ ഓൾറെഡി കഴിഞ്ഞു. ഞങ്ങൾ അവിടെ ഗണ്ണെടുത്ത് ഫയർ ചെയ്യാനല്ല വരുന്നത്. അത് അവർക്കല്ലല്ലോ സാറേ, അതിന്റെ കൂടുതൽ അല്ല മെഗാഫോണിൽ പറയുന്നുണ്ട് സംസാരിക്കാനാണോ ഒന്ന് വണ്ടി നിർത്താവോ എന്ന് ചോദിക്കുന്നത്. സാറ് മെഗാഫോണിൽ പറഞ്ഞെങ്കിൽ അവിടെ എനിക്കടക്കം കേൾക്കണമല്ലോ. എനിക്ക് കേട്ടില്ല. സാറ് ബഗ്ഗായിരുന്നു. സാറില്ല സാറ് വണ്ടിയിലാണെന്ന് തോന്നുന്നു.